ശ്രീ റോബിൻ ഗിരീഷ്, ഒരു ചാനൽ ചർച്ചയിൽ ഇന്നലെ ടി.പി. സെൻകുമാർ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, യദുവിന് 14 ദിവസമായി ജോലിയില്ല, അതിന് ആരെങ്കിലും സഹായിക്കണം, അല്ലെങ്കിൽ കേരള പോലീസിന് യദുവിന് ഈ പൈസ കൊടുക്കണം. അപ്പൊ ഇങ്ങനൊരു ഇതുണ്ടായിട്ടും താങ്കൾ യദുവിനെ സഹായിക്കാൻ മുന്നിട്ട് ഇറങ്ങിയാണ്. അപ്പൊ ഒരു ജോലി കൊടുത്തെന്ന് ഉറപ്പാണോ താങ്കളും? 100% ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. താങ്കൾ യദുവിനെ ബന്ധപ്പെട്ടിരുന്നു ഇത് ഫോണിൽ വല്ലതും? 3 തവണ ഞാൻ വിളിച്ചിരുന്നു. കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അവിടുന്ന് അവരെ യദുവിനെ പിരിച്ചുവിടാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോഴും മേയർ യദു കോടതിയിൽ പോയി മേയർക്കെതിരെ കേസെടുക്കുന്നത്. പക്ഷെ ആ കേസ് എടുത്താൽ കേരള പോലീസ് ഇപ്പോഴും മെമ്മറി കാർഡിന്റെ പറഞ്ഞാണ്. ഇന്നലെ ഈ മെമ്മറി കാർഡ് വെച്ച് കമ്പനിയായിട്ട് ഞാൻ ബന്ധപ്പെട്ടു സംസാരിക്കും. അവർ പറഞ്ഞ യദു ഇരിക്കുന്ന സ്ഥലത്ത് ക്യാമറ ഇല്ല, പക്ഷേ MLA അകത്ത് കയറി ചെയ്തും ഈ മേയറുടെ വണ്ടി പുറകെ പറഞ്ഞ മൊത്തം ക്യാമറ പതിഞ്ഞിട്ടുണ്ട്. അപ്പൊ മെമ്മറി കാർഡ് യദുവിന് ഒരിക്കലും എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. അത് തീർച്ചയായിട്ടും യദു പറഞ്ഞതാണ് കറക്റ്റ്. കാരണം യദുവിന് അത് മാറ്റേണ്ട കാര്യമില്ല. മാത്രമല്ല യദു അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ യദുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയല്ലേ ഇത്. യദുവിനെ ഇപ്പോഴും പോലീസ് കസ്റ്റഡി എടുക്കുകയാണ്. 2 ദിവസം മുമ്പ് യദുവിനെ കമ്മീഷൻ ഓഫീസിൽ കൊണ്ടുവന്ന് വെച്ചാൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്, യദുവിനെ വിളിച്ച് പറയാം പോലീസിന് ചോദ്യം ചെയ്യാൻ വരണം എന്ന് പറയാം. പക്ഷെ അങ്ങനെ വിളിക്കാതെ യദുവിന്റെ വീട്ടിൽ ചെന്നു, യദുവിന് നാട്ടിൽ ചെന്നിട്ട് പോലീസ് ജീപ്പിൽ പിടിച്ചോണ്ട് വരണം, ഒരു കുറ്റവാളി പിടിച്ചോണ്ട് വരണം വിളിച്ചെന്നെ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് MLAക്കും മേയർ ആരോടും പോലീസ് ചെയ്യാത്തിങ്ങനെ? അത് അധികാരത്തിന്റെ ദുർവിനിയോഗം എന്നല്ലാതെ അതിന് മറുപടി പറയാനില്ലല്ലോ. അധികാരം അവരുടെ കയ്യിലുണ്ട്, അവർക്ക് എന്തും ചെയ്യാം. യദു ഒരു സാധാരണക്കാരനായതുകൊണ്ട് യദുവിനെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു. എങ്ങനെയെങ്കിലും യദുവിനെ ഒന്ന് തളർത്തി ഇപ്പം ഈ വിഷയം മുഴുവൻ തീരും. യദു കൊടുത്ത കേസ് പിൻവലിച്ച് യദുവിന് ഒരു ഫൈൻ വിട്ട് കഴിഞ്ഞാൽ അത് തീർന്നു. ആ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ യദുവിന്റെ പ്രശ്നം തീർന്നു. ഇപ്പൊ ഇന്നലെ യദുവായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും. യദു പറഞ്ഞു വെച്ചാൽ ഈ പോലീസിന് മെമ്മറി കാർഡ് എന്റെ വീട്ടിൽ കൊണ്ടുവിടും, എന്നിട്ട് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും, ജയിലിൽ കൊണ്ടുപോയിട്ട് അവരെ പാർട്ടി ആൾക്കാരെ കൊണ്ട് ഇടിച്ച് റെഡിയാക്കും. അങ്ങനെ ഒരു പ്ലാൻ പോലീസിന്റെ സൈഡിൽ കാണോ? പോലീസ് ഇപ്പോഴും ഞാൻ പറയുന്നു, പോലീസ് ആ കാര്യത്തില് പോലീസ് അതിൻ്റെ അകത്ത് ഇതൊന്നും വേണ്ട. നമ്മള് യദു റാഷ ആണ്. ഈ വണ്ടി GPS-ന്റെ ഇതുള്ളതല്ലേ, GPS ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. ഈ ബസ് ഓവർ സ്പീഡാണോ, ഓടിയ സമയങ്ങള്, ഇതെല്ലാം നോക്കാനുള്ള സിസ്റ്റം മോട്ടോർ വാഹന വകുപ്പിനുണ്ടല്ലോ. മോട്ടോർ വാഹന വകുപ്പ് ഇതിനെക്കുറിച്ച് കമാന്നൊരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ ഇതുവരെ? അപ്പൊ മോട്ടോർ വാഹന വകുപ്പല്ലേ അതിന്റെ യഥാർത്ഥ ആള്? മോട്ടോർ വാഹന വകുപ്പല്ലേ നമ്മള് ഇപ്പോഴും കേരള പോലീസാണ് ഇതിന്റെ പുറകെ നടക്കുന്നത്. MBD പിന്നെ പോലീസിനെ സംബന്ധിച്ച് പോലീസിന് അവരുടെ ഭരിക്കുന്നവരുടെ ഒരു തീരുമാനം നടപ്പിലാക്കുക, അത്രേ ഉള്ളൂ. താങ്കൾ ഒരുപാട് വേട്ടയാടിയിട്ടുണ്ട് താങ്കളുടെ ബസ്സിന് വേണ്ടി. ഇപ്പൊ അതേപോലെ ഇപ്പൊ യദുവിനെ വേട്ടയാടിയല്ലേ? യദുവിനെ വേട്ടയാടുമ്പം എന്നെ വേട്ടയാടിയ പോലെ അല്ല, യദുവിനെ വേട്ടയാടുമ്പം യദു വീണു പോകും. കാരണം യദു ഒരു സാധാരണക്കാരനാണ്. ഒരു പണിയെടുത്ത് അതിൽ മാത്രം വീട്ടിൽ അരി മേടിക്കുന്ന ജോലി ശമ്പളം പോലും കിട്ടിയിട്ടില്ല ഇത് പറയുന്നുണ്ട്. അപ്പം ആ ഒരു അവസ്ഥ നമുക്കറിയാലോ. യദുവിനെ സംബന്ധിച്ച് ഈ കേസുകൾ കൊണ്ട് മുന്നോട്ട് പോകാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടാകും. കാരണം ഏറ്റവും വലിയ തടസ്സം ഇതിന് ഒരു നല്ല വക്കീലിനെ വെക്കണം. വക്കീലിനെ വെച്ചാൽ മാത്രം പോരാ, വക്കീലും ഈ പറഞ്ഞ പോലെ ഭരിക്കുന്ന പാർട്ടിയുടെ ആളാകാൻ പാടില്ല. അതുപോലെ ഉറപ്പുള്ള വക്കീലന്മാരെ വെക്കണം. ഇതെല്ലാം ഇതിനെ സംബന്ധിച്ച് വലിയൊരു ടാർഗറ്റ് തന്നെയാണ്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ യദുവിനെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. താങ്കളിപ്പോ യദുവിന് ജോലി കൊടുക്കാന്ന് പറയാം. അങ്ങനെ ഇപ്പൊ യദുവിനെ പിരിച്ചുവിടുകയാണെങ്കിൽ ഈ ജോലി ഉറപ്പാണ്? 100% യദുവിനെ അവർ പിരിച്ചുവിട്ടാൽ യദു ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ യദുവിന് പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടി ഇടും. ശമ്പളം ഓഫറുണ്ട്. ഇതിനു മുന്നേ KSRTCയിൽ നിന്ന് പിരിച്ചുവിട്ട പല പണിക്കാരും എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അവർക്ക് ജോലി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച KSRTCയിൽ നിന്ന് പിരിഞ്ഞു പോയ പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് സർവീസുകൾ എണ്ണം കൂടുതലുണ്ടായിരുന്നു. ഞാൻ അവരുടെ റെഫറൻസ് നമ്പർ തരാം. അവരോട് ചോദിച്ചു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ ഇല്ല എന്നുള്ളത്. നേരെ ഇറങ്ങി വന്നു KSRTC ജോലി ഒരിക്കലും പട്ടിണി ആവില്ല എന്നാണ് താങ്കൾ പറയുന്നത്? 100% പട്ടിണി ആവില്ല. ഒരുപാട് നന്ദി.